CJP പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ഭാഗവും കേൾക്കണമെന്ന് സുപ്രീം കോടതി. യുവാക്കളുടെ ആശങ്കകൾ അധികാരികൾ മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു. പ്രതിഷേധം അക്രമത്തിലേക്ക് ഉയർത്താനുള്ള സാഹചര്യം ഒരുക്കുകയല്ല വേണ്ടത്. ശ്രദ്ധിച്ചു കേൾക്കുക എന്നതാണ് ഏറ്റവും ശക്തമായ ആയുധം. വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് പ്രതിഷേധം ഉയർത്തുന്നത് എന്ന് ആദ്യം പരിശോധിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് CJP പ്രതിഷേധക്കാർക്ക് നേരെ വലിയ പോലീസ് നടപടി ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിനിടയിലാണ് ഒരു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ പ്രതിഷേധക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിലാണ് പ്രതിഷേധക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. അത് സമ്പൂർണ്ണമായും ഈ CJP അഥവാ പ്രതിഷേധക്കാർക്ക് അനുകൂലമായ രീതിയിലുള്ളതാണ്. പ്രതിഷേധക്കാർ പറയുന്നത് കേൾക്കണം. അവരുടെ ആവശ്യം എന്താണ് എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണം. പ്രതിഷേധിക്കുന്ന യുവാക്കളുടെ ആശങ്കകൾ അധികാരികൾ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. പ്രതിഷേധം അക്രമത്തിലേക്ക് ഉയർത്താനുള്ള സാഹചര്യം ഒരുക്കുകയല്ല വേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക എന്നതാണ് ഏറ്റവും ശക്തമായ ആയുധം. പ്രതിഷേധക്കാർ എന്തുകൊണ്ടാണ് പ്രതിഷേധമുയർത്തുന്നത് എന്ന് ആദ്യം പരിശോധിക്കണം. പ്രതിഷേധക്കാരെ ശാന്തരാക്കുകയാണ് അധികൃതർ ആദ്യം ചെയ്യേണ്ടത് എന്നുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ നിരീക്ഷണം. യുവാക്കൾ അക്രമത്തിലേക്ക് തിരിയാതിരിക്കാൻ ഭരണകൂടം ശ്രദ്ധിക്കണമെന്നുമാണ് പ്രതിഷേധക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.